എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബ്രുക്കിനെ വെല്ലും ഉൾക്കരുത്. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. തൃശൂർ പൂരം നടത്തിപ്പിന് ഇളവ് തേടി ദേവസ്വങ്ങൾ ഹൈക്കോടതിയിൽ. നിയന്ത്രണങ്ങൾ കർക്കശമാക്കി. വെടിക്കെട്ട് പുരയുടെ നിയന്ത്രണം ഉദ്യോഗസ്ഥർക്ക്. ആന എഴുന്നള്ളിപ്പിന് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ നിബന്ധനകൾ. പകൽ 10 മുതൽ 5 വരെ എഴുന്നള്ളിപ്പ് പറ്റില്ല. 3 മണിക്കൂറിൽ കൂടുതൽ എഴുന്നള്ളിക്കാനാകില്ല. പരവൂർ ദുരന്തത്തിൽ തമ്മിൽ തല്ലി ഉദ്യോഗസ്ഥ വൃന്ദം. കളക്ടറുടെയും ADMന്റെയും മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ച്. കമ്പത്തിന് വാക്കാൽ അനുമതി നൽകിയില്ല എന്ന് ADM റിപ്പോർട്ടറോട്. ദുരന്തത്തിന് ഉത്തരവാദി പോലീസ് എന്ന് കളക്ടറുടെ റിപ്പോർട്ട്. മന്ത്രിസഭായോഗത്തിൽ കളക്ടറുടെ പ്രസ്താവനകൾക്ക് വിമർശനം. മുല്ലപ്പെരിയാറിൽ കേന്ദ്രസേന വേണമെന്ന തമിഴ്നാടിന്റെ ഹർജി സുപ്രീം കോടതി തള്ളി. പുതിയ അണക്കെട്ടിനായി കേരളം നടത്തുന്ന പ്രാരംഭ നടപടികൾ തടയില്ല. ശബരിമലയിലെ സ്ത്രീ പ്രവേശന കേസ് ഭരണഘടനാ ബെഞ്ചിന് വിടണം എന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളി. തിരുവല്ലയിൽ ജോസഫ് M പുതുശ്ശേരിക്കെതിരെ കോൺഗ്രസ് നേതാക്കളുടെ കലാപം. റിബലിനെ നിർത്തുമെന്ന് ഭീഷണി. ജേക്കബ് ഗ്രൂപ്പിന് നൽകിയ തരൂർ സീറ്റ് കോൺഗ്രസ് തിരിച്ചെടുത്തു. P പ്രകാശൻ സ്ഥാനാർത്ഥി. കൊച്ചിയിൽ ഡൊമിനിക് പ്രസന്റേഷനെതിരെ ഉൾപോര്. ജമ്മുകാശ്മീരിൽ പ്രതിഷേധക്കാർക്ക് നേരെ സൈന്യം നടത്തിയ വെടിവയ്പിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 4ആയി. വിദ്യാർത്ഥിനിയെ സൈനികൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം സൈന്യം തള്ളി. രാജ്യത്തെ സൈനിക താവളം അമേരിക്കയ്ക്ക് ഉപയോഗിക്കാമെന്ന ധാരണയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. തൃശൂർ പൂരത്തിന് നിബന്ധനകളോടുകൂടി മാത്രമേ അനുമതിയുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ തൃശൂർ പൂരം ഇത്തവണ നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ആശങ്ക വർദ്ധിക്കുകയാണ്. ഇക്കാര്യത്തിൽ അടിയന്തര തീരുമാനമെടുക്കാൻ തിരുവമ്പാടി ദേവസ്വം ബോർഡും പാറമേക്കാവ് ദേവസ്വം ബോർഡും അല്പസമയത്തിനകം യോഗം ചേരുകയാണ്. അതേസമയം വെടിക്കെട്ടിന് നിയന്ത്രണം വന്നതിനൊപ്പം തന്നെ ആനയെ എഴുന്നള്ളിക്കുന്നതിനും കർക്കശമായ നിയന്ത്രണങ്ങൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഏർപ്പെടുത്തിയിരിക്കുന്നു. പകൽ 10 മണി മുതൽ 5 മണി വരെയുള്ള സമയത്ത് ആനയെ എഴുന്നള്ളിപ്പിക്കരുത് എന്ന നിബന്ധനയാണ് അതിൽ പ്രധാനം. 2 ആനകൾ തമ്മിൽ 3 മീറ്റർ വീതം അകലം സൂക്ഷിക്കണം എന്നും അതുപോലെ തന്നെ ആന എഴുന്നള്ളിപ്പ് തുടർച്ചയായി 3 മണിക്കൂർ മാത്രമേ പാടുള്ളൂ എന്നും ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഉത്തരവിട്ടിരിക്കുന്നു. ആനകളെ എഴുന്നള്ളിക്കുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ദേവസ്വങ്ങൾക്ക് കൈമാറിയ ഉത്തരവിൽ ആനകളെ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ എഴുന്നള്ളിക്കരുതെന്നാണ് നിർദ്ദേശം. ഒരു ആനയെ 3 മണിക്കൂറിലേറെ എഴുന്നള്ളിക്കരുതെന്നും ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം പാലിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. രാവിലെ 6 മണിക്ക് മുമ്പ് കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പോടെ ആനകൾ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് വന്നു തുടങ്ങും. തുടർന്ന് പിറ്റേ ദിവസം ഉപചാരം ചൊല്ലി പിരിയുന്നതുവരെ ആനകൾ പൂരത്തിന്റെ ഓരോ ചടങ്ങിലും അവിഭാജ്യ ഘടകമാണ്. അതേസമയം ദുരന്ത നിവാരണ നിയമത്തിന്റെ വ്യത്യസ്ത വകുപ്പുകൾ പ്രകാരം ജില്ലാ കളക്ടർ നൽകിയ ഉത്തരവും പൂര നടത്തിപ്പിന് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. വെടിക്കെട്ട് പുരയുടെ പൂർണ്ണ നിയന്ത്രണം എക്സ്പ്ലോസീവ് ഉദ്യോഗസ്ഥർക്കാണ് കൈമാറിയിരിക്കുന്നത്. താക്കോൽ തഹസിൽദാർ സൂക്ഷിക്കണമെന്നാണ് വ്യവസ്ഥ. വെടിക്കെട്ട് സാമഗ്രികളുടെ എണ്ണം, തൂക്കം എന്നിവ സംബന്ധിച്ച കൃത്യമായ അളവ് രജിസ്റ്ററിൽ രേഖപ്പെടുത്താനും നിർദ്ദേശമുണ്ട്. ഇത്തരം നിർദ്ദേശങ്ങൾ കൂടി വന്ന സാഹചര്യത്തിൽ പൂരം നടത്തിപ്പ് സംബന്ധിച്ച കടുത്ത പ്രതിസന്ധിയാണ് സംഘാടകരിൽ ഉണ്ടായിരിക്കുന്നത്. തൃശൂരിൽ നിന്നും സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ. ഈ വിഷയത്തിൽ ശ്രീ K മഹേഷ് ദേവസ്വത്തെ പ്രതിനിധീകരിച്ച്, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ RK ദാമോദരൻ എന്നിവരും ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ മഹേഷ്, വെടിക്കെട്ടിന് ഹൈക്കോടതി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രിയിൽ ശബ്ദത്തോടെയുള്ള വെടിക്കെട്ട് നടത്താൻ സാധിക്കുകയില്ല. ആനകളെ 10 മണി മുതൽ 5 മണി വരെ പകൽ എഴുന്നള്ളിക്കരുത് എന്നാണ് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഉത്തരവ്. നാട്ടാന പരിപാലന നിയമത്തിലെ ചട്ടങ്ങൾ കർക്കശമായി നടപ്പാക്കും എന്ന് അദ്ദേഹത്തിൻ്റെ ഉത്തരവ് വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിൽ തൃശൂർ പൂരം നടക്കുമോ? ശ്രീ K മഹേഷ്, താങ്കളോടാണ് എൻ്റെ ചോദ്യം. അദ്ദേഹത്തിന് കേൾക്കാൻ സാധിക്കുന്നില്ല. ശ്രീ RK ദാമോദരൻ, ഇത്തവണ പൂരപ്രേമികളെ സംബന്ധിച്ച് നിരാശപ്പെടേണ്ടി വരും. പക്ഷേ വിനോദങ്ങളെക്കാളും ആഘോഷങ്ങളെക്കാളും വലുതാണല്ലോ മനുഷ്യൻ്റെ ജീവൻ. പരവൂർ ദുരന്തം ഒരു നിമിത്തമായി എടുത്തുകൊണ്ട് വന്യജീവികളെ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ആഘോഷവും വലിയ ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ പൊട്ടിക്കുന്ന കരിമരുന്ന് കലാപ്രകടനങ്ങളും അവസാനിക്കുകയാണ് എങ്കിൽ അത് ഗുണപരമായ പ്രതിഫലനമല്ലേ സമൂഹത്തിൽ ഉണ്ടാക്കൂ? ഞാൻ ആദ്യമായിട്ട് ഒന്ന് തന്നെ പറഞ്ഞോട്ടെ, ഈ പൂർണ്ണമായിട്ട് നിരോധിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഒരു യുക്തിസഹമാണെന്ന് എങ്കിലും പറയാൻ പറ്റുമായിരുന്നു.
എന്നെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു സമയനിഷ്ഠ വെച്ചുകൊണ്ട് വെടിക്കെട്ട് പാടില്ല അല്ലെങ്കിൽ ആന എഴുന്നള്ളിപ്പ് പാടുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിലെ യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം കാലത്ത് 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ആന എഴുന്നള്ളിപ്പ് പാടില്ല എന്ന് ചീഫ് കൺസർവേറ്ററുടെ ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഒരു ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു. 5:01 ആന ഇടയില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? 2, കോടതി വിധിയുടെ ഒരു സംഭവം പറയുകയാണെങ്കിൽ വൈകിട്ട് 6 മണി മുതൽ രാവിലെ 6 വരെ ഉദയാസ്തമയം വെടിക്കെട്ട് പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. പകൽ വെടിക്കെട്ട് വെച്ചു കഴിഞ്ഞാൽ സുരക്ഷയെ അതെങ്ങനെയാണ് ബാധിക്കുക? ഇതിന് രണ്ടിനും ഉത്തരം തരാനുള്ള ഉത്തരവുകളല്ല ഇറങ്ങിയിരിക്കുന്നത്. വളരെ ലളിതമല്ലേ ശ്രീ ആർ കെ ദാമോദരൻ? നമുക്കറിയാം, ചൊട്ടുപൊള്ളുന്ന ചൂടാണ്. മനുഷ്യർക്ക് ഈ 10 മുതൽ 5 വരെയുള്ള സമയത്ത് പുറത്തിറങ്ങി നിൽക്കാൻ സാധിക്കുകയില്ല. കറുത്ത ശരീരമുള്ള ആന ഈ ചൂടിൽ പുറത്ത് തുറന്ന സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ അതിനുണ്ടാകുന്ന ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ വലുതാണ്. അത് ഇടയാനുള്ള സാധ്യത അങ്ങേയറ്റമാണ്. വളരെ ലളിതമാണ് ആ ഉത്തരവിന്റെ യുക്തി. അതെ, ആണ്. ശരി. അപ്പോൾ 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആന ഇടയില്ല എന്ന് ഈ കൺസർവേറ്റർക്കോ നിങ്ങൾക്കോ ഉറപ്പ് തരാൻ കഴിയുമോ? ആനയുടെ ചൂട് മാത്രമല്ലല്ലോ ആനയുടെ പീഡനം അല്ലെങ്കിൽ ആനയെ പീഡിപ്പിക്കുന്നതെന്ന് പറയുന്നത്. 3 മണിക്കൂർ കഴിഞ്ഞാൽ എഴുന്നള്ളിക്കാൻ പാടില്ല എന്ന് പറയുന്നു. 5 മണി തൊട്ട് എത്ര പുലർച്ചെ വെടിക്കെട്ട് വരെ എത്ര മണിക്കൂറുണ്ട് എന്നുള്ള സാമാന്യ ബുദ്ധിയുള്ള അന്വേഷിക്കാൻ പറ്റും. അപ്പോൾ 3 മണിക്കൂർ വെച്ച് ആനയെ മാറ്റുക എന്ന് പറയുന്നത് പ്രായോഗികമാവുന്നതാണോ? അപ്പോൾ അതുകൊണ്ട് ഒന്നുമില്ലെങ്കിൽ അത് നിരോധിക്കണം. ഞാൻ പറയുന്നത് ഇവർ പറയേണ്ട യുക്തിയില്ലായ്മ അവിടെയാണ്. അത് നിരോധിക്കുക. മനുഷ്യനാണ് ഏറ്റവും വലുതെങ്കിൽ നിങ്ങൾ പൂരം നിരോധിക്കുക. നിരോധിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് പിന്നെ അതിൽ പറയാനൊന്നുമില്ല. ഇവിടെ പറയുന്നത് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കൺസർവേറ്ററുടെ ഉത്തരവും കോടതി പറഞ്ഞിരിക്കുന്ന ഉത്തരവും ആണ്. ആ ഉത്തരവിനെ നമ്മൾ അനുസരിക്കുമ്പോൾ തന്നെ അതിലുള്ള യുക്തിഭദ്രത ഇല്ലായ്മയാണ് ഞാൻ ഇതിൽ ശ്രീ ആർ കെ ദാമോദരൻ, ഒന്ന്, ഇത് പുതുതായി ഒരു നിയമം നടപ്പാക്കലോ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കലോ അല്ല, മറിച്ച് നിലവിലുള്ള ചട്ടം കർക്കശമായി നടപ്പാക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. കടുത്ത ചൂടുള്ള സമയത്ത് ആന എഴുന്നള്ളിപ്പ് പാടില്ല എന്ന നിബന്ധന തൃശ്ശൂർ പൂരത്തിനും നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്നതിനോടൊപ്പം 3 മണിക്കൂറിലധികം തുടർച്ചയായി ഒരു ആനയെ എഴുന്നള്ളിക്കരുത് എന്ന് പറയുന്നു. വെറ്ററിനറി സർജന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്നു. എഴുന്നള്ളിപ്പിന് ശേഷം 12 മണിക്കൂർ വിശ്രമം ഓരോ ആനയ്ക്കും കൊടുക്കണം എന്ന് പറയുന്നു. ഒരാനയെ എഴുന്നള്ളിപ്പ് സ്ഥലത്തേക്ക് എവിടെയാണോ പൂരം നടക്കുന്നത് അവിടേക്ക് ആ പൂരം തുടങ്ങുന്നതിന് 12 മണിക്കൂർ മുൻപ് എത്തിക്കണം എന്ന് പറയുന്നു. ഇത് നിലവിലുള്ള ചട്ടമാണ്. ഈ ചട്ടത്തിൽ നിന്ന് ഇളവുകൾ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ഈ ചട്ടങ്ങൾ പാലിക്കാതെയാണ് നമ്മുടെ നാട്ടിൽ ഈ പൂരങ്ങളും ആഘോഷങ്ങളും നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ അത് വലിയ മനുഷ്യ വിനാശത്തിലേക്ക് നയിക്കുമെന്ന ഘട്ടത്തിൽ ഇപ്പോൾ അത് നടപ്പാക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഏതെങ്കിലും അസഹിഷ്ണുത കണ്ടിട്ട് കാര്യമില്ലല്ലോ. അത് അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ ആനച്ചട്ടം വന്നിരിക്കുന്നതൊന്നും ഈ വെടിക്കെട്ട് അപകടത്തിന് ശേഷം വന്ന അല്ലാതെ അത് ആനയായിട്ട് ബന്ധമൊന്നുമില്ല. വെടിക്കെട്ട് അപകടമാണ്. ഇന്നലെ തിരുമാന്താംകുന്ന് പൂരത്തിന് ആനയെ പകൽ എഴുന്നള്ളിച്ചപ്പോൾ ഈ ഫോറസ്റ്റ് കൺസർവേറ്റർമാർ എവിടെയായിരുന്നു? ആ ആനച്ചട്ടം അവർ പാലിക്കാനായിട്ട് എന്തുകൊണ്ട് നോക്കി? ഞാൻ ടി വിയിലിരുന്ന് കണ്ടതാണ്. തിരുമാന്താംകുന്നിൽ അങ്ങാടിപ്പുറത്ത് ആന എഴുന്നള്ളിപ്പ് നടക്കുന്നു, മേളം നടക്കുന്നു പകല്. എന്തുകൊണ്ട് ഇദ്ദേഹം അവിടെ തടഞ്ഞില്ല? അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറഞ്ഞില്ല ഈ വെടിക്കെട്ട് അപകടം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആന എഴുന്നള്ളിപ്പിനും കൂടി ഇപ്പോൾ പറഞ്ഞു. അത് തൃശ്ശൂർ പൂരത്തിനോടുള്ളൊരു ഇതാണെന്നല്ലേ ഞങ്ങൾക്ക് ധരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ മറ്റു പൂരങ്ങൾ അതിനുശേഷം ഈ വെടിക്കെട്ടിന് ശേഷമാണ് പ്രസിദ്ധമായ അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് പൂരത്തിൽ ഇന്നലെ ആന എഴുന്നള്ളിച്ചത്. എന്തുകൊണ്ട്? എവിടെ പോയിരുന്നു ഈ കൺസർവേറ്റർ? ശരി, കൺസർവേറ്റർ അവിടെയും ഇടപെടണമായിരുന്നു. തുടരുക ശ്രീ ആർ കെ ദാമോദരൻ. ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ ജീവനാണോ ആഘോഷമാണോ വലുത് എന്നുള്ളതൊരു ചോദ്യമാണല്ലോ. ഇത്തവണത്തെ തൃശ്ശൂർ പൂരം വെടിക്കെട്ട് സംബന്ധിച്ച് ഹൈക്കോടതി ഉത്തരവ് വരുന്നതിന് മുൻപ് ഏർപ്പെടുത്തിയ ക്രമീകരണ പ്രകാരം ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ പങ്കാളിത്തം ഉണ്ട്. തഹസീൽദാർ ഈ വെടിക്കെട്ട് പുരയുടെ താക്കോൽ സൂക്ഷിക്കണം എന്നും നിശ്ചയിച്ച കിലോഗ്രാമിൽ കൂടുതൽ സ്ഫോടക വസ്തു ഉപയോഗിക്കരുത് എന്നും ഇക്കാര്യത്തിൽ സ്ഫോടക വസ്തു വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ മാത്രമേ വെടിക്കെട്ട് പുരയിൽ നിന്ന് ഈ കമ്പ സാമഗ്രികൾ പുറത്തേക്ക് കൊണ്ടുപോകാവൂ എന്നുമൊക്കെയുള്ള കർക്കശമായ ഉപാധികളും നിബന്ധനകളും ഇക്കുറി തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ അതേ അളവാണ്. പക്ഷേ സൂചിപ്പിക്കപ്പെടുന്നത് കഴിഞ്ഞ തവണ നിശ്ചയിച്ച് നൽകിയ അളവിലുമൊക്കെ ഒരുപാട് കൂടുതൽ അവിടെ ഈ കമ്പക്കെട്ടിൽ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്.
ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ നിരീക്ഷണ സംവിധാനങ്ങളും നടപടികളും കൂടുതൽ ശക്തമാക്കുന്നത് കൊണ്ട് കൂടുതൽ ഗുണമുണ്ടോ? തീർച്ചയായും നിയന്ത്രണ നിരീക്ഷണ നടപടികൾ ശക്തമാക്കണം. വിശ്വാസി എന്ന രീതിയിൽ നിങ്ങൾ ഞങ്ങൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ തരണം, കടുത്ത നിരീക്ഷണങ്ങൾ നൽകണം. പക്ഷേ അപ്രായോഗികവും എന്താ പറയുക അൺറിയലിസ്റ്റിക് ആയ ഒരു യാഥാർത്ഥ്യ ബോധമില്ലാത്ത കാര്യങ്ങളും ചെയ്തെടുക്കാൻ കഴിയാത്ത കാര്യങ്ങളും അല്ല തരേണ്ടത്. ഇവിടെ ബിന്ദുകൃഷ്ണ മാഡം സൂചിപ്പിച്ചൊരു വാക്ക് വളരെ പ്രധാനമാണ്, ഒരു സമവായമാണ്. ഇത് നമ്മൾ സീരിയസ് ആയി ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു 3 ആഴ്ച കഴിഞ്ഞു, തൃശ്ശൂർ പൂരം ഒരു പ്രശ്നമില്ലാതെ നടന്നുപോയി, 1-2 അമ്പലത്തിലെ കാര്യങ്ങളോട് നടന്നുപോയി. പിന്നെ ഇങ്ങനെ ഒരു ചർച്ച എടുത്താൽ പൊതുജനം തന്നെ വിചാരിക്കുന്നത് ഇവർ തൃശ്ശൂർ പൂരത്തെ ആക്രമിക്കാൻ ശ്രമിക്കൂ എന്നാണ്. അപ്പൊ ഇതൊരു നമ്മളൊരു 116 പേരുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും സെൻസിറ്റീവായിട്ട് എല്ലാവരും ഇത് കാണുന്നത്. ഇല്ലെങ്കിൽ പള്ളിയാണെങ്കിലും അമ്പലമാണെങ്കിലും ഇതെല്ലാം നമ്മുടെ ആചാരത്തിന്റെയും സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും ഭാഗമായിട്ടൊക്കെ വന്നതാണ്. ഇതിന് സ്ക്രിപ്ചറൽ സാങ്ഷൻ ഉണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും, അല്ലെങ്കിൽ ജീവനാണോ ആഘോഷമാണോ എന്നുള്ള ചോദ്യത്തിൽ ഒരു സംശയവും വേണ്ട, ജീവൻ തന്നെയാണ് പ്രധാനം. പക്ഷേ ആ ജീവനും ജീവിതത്തിനും നിറം പകരുന്നതാണ് ആഘോഷങ്ങൾ. ആ രീതിയിൽ ഒരു സാമാന്യ യുക്തി വെച്ച് കാണണം, കേവല യുക്തി വെച്ചാവരുത്. കേവല യുക്തി വെച്ചാണെങ്കിൽ ദൈവം എല്ലായിടത്തും ഉണ്ടല്ലോ, അമ്പലത്തിലോ പള്ളിയിലോ പോകേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നമ്മളെല്ലാം പരമാത്മാവിന്റെ സ്ഫുരണങ്ങളാണ്, അതുകൊണ്ട് ഇത് എവിടെ മരിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ ഒരു കേവല യുക്തി മാത്രമാണ്. അങ്ങനെയല്ല, നമ്മൾ കുറെ കൂടെ റിയലിസ്റ്റിക് ആയി എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ചെയ്യാൻ കഴിയുന്നത് വിശ്വാസി സമൂഹത്തിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ വരണം. ശ്രീ മഹേഷ്, ശ്രീ ദാമോദരൻജി അടക്കമുള്ളവർ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും കുറെ കൂടെ റിയലിസ്റ്റിക്കലി നടത്തിയെടുക്കാൻ, കുറെ കൂടെ അത്യാഡംബരങ്ങൾ കുറച്ച് കുറെ കൂടെ ക്രിയേറ്റീവായി മാറ്റിയെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കൂടുതൽ കാര്യങ്ങൾ ജനോപകാരപ്രദമായി ചെയ്യാൻ എന്ത് ചെയ്തിരിക്കും? ബിന്ദു മാഡം പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾക്ക് മാറ്റാമോ? കുറെ പൈറോ ടെക്നിക്സ് ഒക്കെ ഇതിൽ ആഡ് ചെയ്യാമോ? കുറെ കൂടെ സേഫ് ആക്കാമോ? കുറെ കൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള ന്യൂ ഏജ് ടെക്നോളജി കൊണ്ടുവരാമോ? ഈ ഏജ് ഓൾഡ് കസ്റ്റംസിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ന്യൂ ഏജ് ടെക്നോളജിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഈ രീതിയിലൊരു പരിഷ്കരണം, പരിവർത്തനം തുടങ്ങിയ ചിന്തകളിലേക്ക് പോകുന്നതിന് പകരം നിരോധനം എന്ന വാക്കിൽ മാത്രം കുടുങ്ങി നിൽക്കുകയാണെങ്കിൽ ഇത് എൻലെസ് ലിറ്റിഗേഷനിലേക്ക് പോവും, സുപ്രീം കോടതിയിലേക്ക് പോവും, വീണ്ടും ഹയർ ബെഞ്ചിലേക്ക് പോവും. റിഫോർമേഷനാണ് നമുക്ക് വേണ്ടത്. ഒന്നും വേണ്ട എന്നല്ല, എങ്ങനെയൊക്കെ വേണം കുറെ കൂടെ ക്രിയാത്മകമായിട്ടും ജനകീയമായിട്ടും ജനോപകാരപ്രദമായിട്ടും കുറെ കൂടെ എല്ലാവരെയും ഇൻക്ലൂസീവ് ആയിട്ടും. തൃശ്ശൂരിന്റെയും കേരളത്തിന്റെ അഭിമാനമാണ്. അദ്ദേഹം സൂചിപ്പിച്ചല്ലോ, നമ്മുടെ ഗ്ലോബൽ മാപ്പിൽ തൃശ്ശൂരിനെ പ്ലേസ് ചെയ്ത കാര്യമാണ്. സവിശേഷതകളാണ്. ശ്രീ മഹേഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതി വിധിക്ക് അനുസൃതമായ വിധത്തിൽ ശബ്ദമില്ലാതെ, അതേസമയം വളരെ ദൃശ്യഭംഗിയോടെ ഇത്തവണ തൃശ്ശൂർ പൂരം വെടിക്കെട്ട് നടത്താമല്ലോ. അങ്ങനെ നടത്തുമോ? ഇവിടെ കൺസർവേറ്ററുടെ ഉത്തരവ് പാലിച്ചുകൊണ്ട്, ഈ സമയ നിബന്ധന പാലിച്ചുകൊണ്ട് ആനകളെ എഴുന്നള്ളിക്കാമോ? അങ്ങനെ ചെയ്യാൻ ഈ 2 ദേവസ്വങ്ങളും തയ്യാറാകുമോ? അങ്ങനെ ചെയ്താൽ അത് വളരെ നല്ല ഒരു സന്ദേശം സമൂഹത്തിന് നൽകുകയും ചെയ്യും. അല്ലേ, ഇത് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഒരു ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും പേരിലാണ് നടന്നു വരുന്നത്. പാറമേക്കാവിൽ അമ്മ 11:30 മണിക്ക് ഉള്ളിൽ നിന്ന് വലിയ പാണി കൊട്ടി പുറത്തേക്ക് വരുന്ന 12 മണിയോടുകൂടി നിരന്നതിന് ശേഷം 1 മണിക്കൂറോളമാണ് അരമണിക്കൂറോളം ചെമ്പട കൊട്ടി പാണ്ഡിമേളം തുടങ്ങിയതിന് ശേഷം നേരെ വടക്കുന്നാഥൻ സന്നിധിയിലേക്ക് പ്രവേശിച്ച് എലഞ്ഞിത്തറയുടെ ചോട്ടിൽ 2.5 മണിക്കൂറാണ് പാണ്ഡിമേളം. എല്ലാവരും കണ്ടു കാണും, റിപ്പോർട്ട് ചാനൽ അടക്കം എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അതിനുശേഷമാണ് ഒരു 4-4:30 കൂടിയിട്ടാണ് തെക്കോട്ട് ഇറങ്ങുന്നത്. അതേ സമയത്ത് തന്നെ തിരുവമ്പാടിയും വടക്കുന്നാഥനകത്തേക്ക് വന്ന് തെക്കേ ഗോപുര നടവഴി പുറത്തേക്ക് വന്ന് അവിടെയാണ് കുടമാറ്റം. ഈ 1 മണിക്കൂർ കുടമാറ്റത്തിന് ശേഷമാണ് ഭഗവതിമാർ പിരിഞ്ഞു പോകുന്നത്. അപ്പം ഈ സമയം അത് എങ്ങനെയാണ് നമ്മൾ ക്രമീകരിക്കുക? ഇതുവരെ ഇന്നലെ വരെ ഈ ഒരു വെടിക്കെട്ട് അപകടത്തിന്റെ പേരിൽ മാത്രമാണ് ഈ നിയമങ്ങൾ വരുന്നത്. പക്ഷെ അത് ഈ ആനയും ഈ സമയവും തമ്മിൽ എന്താണ്? ക്ഷേത്ര മൈതാനിയിലും ഈ വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വന്ന നിയമമല്ല 2012 മുതൽ ഈ ചട്ടങ്ങളുണ്ട്. അനുമതി കിട്ടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്കിലും ഇപ്പോൾ ഈ അപകടം സംഭവിച്ചത് കൊണ്ട് വന്ന നിയമമല്ല ഇത് നിലവിലുള്ള ചട്ടം തന്നെയാണ്. ആ ചട്ടം നടപ്പാക്കുക എന്നുള്ളതിൽ ഒരു ഉത്തരവ് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഇറക്കി എന്നുള്ളതേ ഉള്ളൂ.
അല്ല, ഈ അങ്ങനെ ഒരു ചട്ടം ഇപ്പോൾ നിലവിലില്ല. രാവിലെ 11 മണി വരെയാണ്, രാവിലെ 11 മണിക്ക് ശേഷം ആനയെ വെയിലത്ത് നടത്താൻ പാടില്ല എന്നുള്ള ഒരു റൂളാണ് ഇവിടെ നിലവിലുണ്ടായിരുന്നത്. ഇന്നലെ എങ്ങനെയാണ്, ഇന്ന് ഈ നിയമം എങ്ങനെയാണ് മാറിയത് എന്നുള്ള കാര്യം അഭിലാഷ് ഒന്ന് ഈ ചീഫ് കൺസർവേറ്ററായിട്ട് ഒന്ന് ആലോചിക്കൂ, അദ്ദേഹമായിട്ടൊന്ന് സംസാരിക്കൂ. കാരണം ഈ 3 മണി തൊട്ട് 5 മണി വരെ, അല്ലെങ്കിൽ 11 മണി തൊട്ട് 5 മണി വരെ ആനകളെ എഴുന്നള്ളിക്കാൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. നമ്മുടെ ആചാരങ്ങൾക്കോ അല്ലെങ്കിൽ കുടമാറ്റം, ഇലഞ്ഞിത്രമേളം, ഇതെല്ലാം എങ്ങനെ സാധിക്കും? അത് നടക്കില്ലല്ലോ. അപ്പോൾ അതാണ് ഞാൻ ആദ്യം തന്നെ ഞാൻ പറയുവാനായിട്ടൊരു കാരണം, ഇത് എന്തോ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഗൂഢാലോചന, ഒരു വലിയ ദുരന്തം വരുമ്പോൾ ശ്രീ മഹേഷ്, നമ്മൾ അതിൽ എന്ത് ഗൂഢാലോചന കാണണം? ഒരു അതുപോലെ തന്നെയുണ്ടല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഉത്തരവ് ഇച്ഛാശക്തിയുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോഴെങ്കിലും ഇറക്കുന്നത്. നിലവിലുള്ള നിയമപ്രകാരം ഇച്ഛാശക്തിയുള്ള ഉദ്യോഗസ്ഥർ ഇനി ഞങ്ങൾക്ക് കണ്ണു തുറക്കാതിരിക്കാനാകില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ അവർ ഉത്തരവിറക്കും. അതിൽ എവിടെയാണ് ഗൂഢാലോചന കാണുന്നത്? അങ്ങനെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ നടപടിയെ കാണുന്നത് നിങ്ങളുടെ വഴിക്ക് കാര്യങ്ങൾ കൊണ്ടുവരാനാണ്. ഇവിടെ എന്താണ് പറവൂരിൽ സംഭവിച്ചത്? അവിടെ ജില്ലാ കളക്ടറും ADM-ഉം സമാനമായ വിധത്തിൽ നിയമം നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അവരെ ആക്ഷേപിച്ചു, അവർക്കുമേൽ സമ്മർദ്ദം ചെലുത്തി. എന്തിന്? അവരെ സാമുദായികമായി പോലും അവരുടെ നടപടികൾ ചിത്രീകരിച്ചു. അപ്പോൾ അവർക്ക് വഴങ്ങേണ്ടി വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇങ്ങനെയാണ് ഓരോ കാര്യവും നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത്തരം വിഷയങ്ങളിലൊന്നും ഗൂഢാലോചന ആരോപിക്കരുത്, അതിന്റെ മെറിറ്റിലേക്ക് കടക്കൂ. പകരം സമവായത്തിന്റെ പാതയിൽ ഇങ്ങനെ ഒരു ദുരന്ത ഘട്ടത്തിലെങ്കിലും ഞങ്ങൾ ഈ പിടിവാശി ഒന്ന് അവസാനിപ്പിച്ച് ജനോപകാരപ്രദമായി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു ആലോചന നടത്തൂ. നിങ്ങൾ അനുവദിക്കാൻ പറ്റുമോ? അഭിലാഷെ, അങ്ങനെ പറയരുത്. അതായത് ഇന്നലെ വരെ എത്ര പൂരങ്ങൾ തൃശ്ശൂർ ജില്ലയിലും കേരളത്തിലും നടന്നു കഴിഞ്ഞു. അപ്പൊ അതൊന്നും ഇല്ലാത്ത തൃശ്ശൂർ പൂരത്തിന് മാത്രം എന്താണ് ഇത്ര ഒരു പ്രത്യേകത? ഇതൊരു തുടക്കമാകുമെങ്കിലോ മഹേഷ്, തൃശ്ശൂർ പൂരമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം. അവിടെ തുടങ്ങി മറ്റുത്സവങ്ങൾക്കും നിയമം പാലിക്കുക, നിബന്ധനകൾക്ക് വിധേയമായി ഈ ആചാരങ്ങളും ആഘോഷങ്ങളും നടത്തുക എന്നതിലേക്ക് വന്നാൽ ഇതൊരു തുടക്കമാകില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തുടക്കത്തിന് പുറംതിരിഞ്ഞു നിൽക്കുന്നത് ഈ രണ്ട് ദേവസ്വം ബോർഡുകളും ഈ പൂരത്തിന്റെ സംഘാടക സമിതിയും എന്നാണ് മനസ്സിലാകാത്തത്? ഇവിടെ ഒരു ദുരന്തത്തിന്റെ മുഖത്തല്ലേ നമ്മൾ? ഒരു ദുരന്തത്തിന്റെ ഞെട്ടിക്കുന്ന കാഴ്ചകളുടെ ഒരിക്കലുമല്ല ഇതിനകത്ത്. അതാണ് പറഞ്ഞത്, ആചാരം എന്ന് പറയുന്നത് നമ്മൾ ആനകളെ എഴുന്നള്ളിക്കുന്നത് മാത്രമല്ലല്ലോ അഭിലാഷെ, അവിടെ നടക്കുന്ന ആചാരങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു, ആ ആചാരങ്ങളൊക്കെ നടത്താൻ എന്താണ് തടസ്സം? പാർമേക്കാവിലാണെങ്കിൽ ആരാണ് ആ ആചാരങ്ങൾ വേണ്ട എന്ന് പറയുന്നത്? ഈ ആചാരങ്ങളിലൊക്കെ പങ്കുകൊള്ളാൻ, അതിന്റെ ആത്മീയതയിൽ അഭിരമിക്കാൻ, അതിൽ നിർവൃതി കൊള്ളാൻ ആളുകൾ അങ്ങോട്ട് ഒഴുകിയെത്തും. അക്കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. ഈ വർണ്ണവിസ്മയം ഹൃദയത്തിൽ ഏറ്റുവാങ്ങാൻ കേരളത്തിൽ നിന്നും പുറത്തു നിന്നും ഒക്കെ ആളുകൾ തൃശ്ശൂരിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശ്രീ മഹേഷ്, സുരക്ഷിതമായി എങ്ങനെ ഉത്സവം നടത്താം, മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കാതെ എങ്ങനെ ഉത്സവം നടത്താം എന്നുള്ള കാര്യത്തിൽ മാത്രമേ തർക്കമോ ആലോചനയോ ഉള്ളൂ. ബാക്കി അതിന്റെ ആചാരപരമായ കാര്യങ്ങളിൽ, ആഘോഷപരമായ കാര്യങ്ങളിൽ, വർണ്ണവിസ്മയങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒന്നും ആർക്കും എവിടെയും തർക്കമില്ല. അതൊക്കെ അങ്ങനെ തന്നെ വേണം. ആഘോഷങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണല്ലോ. അപ്പോഴും പൊതുസമൂഹത്തിന് ആശങ്കയുള്ള കാര്യങ്ങളിൽ ശാഠ്യം വിട്ട് എന്തുകൊണ്ടാണ് ഒരു പുനരാലോചനയ്ക്ക് നിങ്ങൾ തയ്യാറാകാത്തത് എന്നുള്ളതാണ് എൻ്റെ ആശങ്ക. ഒരിക്കലും ഇത് പൊതുജനങ്ങൾ ആവശ്യപ്പെട്ടിട്ട് ചെയ്തതാണോ? തൃശ്ശൂർ പൂരത്തിന് രാവിലെ 11 മണി മുതൽ 5 മണി വരെ ആനയെ എഴുന്നള്ളിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പൊതുജനങ്ങളെ ഏർപ്പെട്ടിട്ടാണോ? തൃശ്ശൂരുള്ള ആരും തന്നെ അത് പറയും എന്ന് തോന്നുന്നില്ല. ആനസ്നേഹവുമായി പറയുന്ന ആരും പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പറയൂ. ഹലോ, നാളെ തൃശ്ശൂർ വടക്കുന്നാഥന്റെ മുന്നിൽ തെക്കേ ഗോപുര നടയിൽ ഒരു ധർണ നടക്കുന്നുണ്ട്. അഭിലാഷ് കാണൂ തൃശ്ശൂരുകാരുടെ വികാരം, പൂരത്തോടുള്ള വികാരം. അല്ല, അങ്ങനെയൊക്കെ മതവികാരത്തെ ഉപയോഗിക്കാമോ ഒരു ദുരന്ത സന്ദർഭത്തിലെങ്കിലും? അതാണ് നിങ്ങൾക്ക് വിശ്വാസികളെ അണിനിരത്താൻ കഴിയും, അവരുടെ വികാരങ്ങളെ പ്രതിഫലിപ്പിക്കാൻ കഴിയും. അക്കാര്യത്തിലൊന്നും എനിക്കൊരു തർക്കവുമില്ല. 100% ആളുകളും അത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കരുതുന്നതിലും യാതൊരു കുഴപ്പവുമില്ല. എനിക്ക് അക്കാര്യത്തിൽ വിരോധവുമില്ല. ശ്രീമതി ബിന്ദു കൃഷ്ണ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? പരവൂരിൽ ജില്ലാ ഭരണകൂടം നിരോധിച്ച വെടിക്കെട്ട് നടത്താൻ കാരണം നിരോധിച്ച ഉദ്യോഗസ്ഥർ വലിയ സമ്മർദ്ദം നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. എങ്കിൽ നിയമ നടപടികളിലേക്ക്, നിയമങ്ങൾ കർക്കശമാക്കുന്നതിലേക്ക് ആലോചന പോകുമ്പോൾ തന്നെ ഇതാ ഞങ്ങളെ തകർക്കാൻ ഗൂഢാലോചന എന്ന ആരോപണം ഉയരുകയാണ്. ആ ആരോപണം ഉന്നയിക്കുന്നവരെ കള്ളി തിരിച്ച് കാണേണ്ട, എല്ലാവരും അതേ ആരോപണം ഉന്നയിക്കുന്നു.
ശബരിമലയിൽ ഇത്തവണ വിഷുദിനത്തിൽ ഭഗവാന് വെടിവഴിപാട് നടത്താൻ കഴിയാത്ത വിധത്തിൽ നിയമം നടപ്പാക്കിയവരുടെ തലയിൽ ഇടുത്തി വീഴും, അവർക്ക് ശാപം കിട്ടുമെന്ന് പറയുന്നത് നിങ്ങൾ അപ്പോയിൻമെന്റ് ചെയ്ത നിങ്ങളുടെ കോൺഗ്രസിന്റെ നേതാവായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനാണ്. ഇങ്ങനെയാണ് ഓരോ കാര്യവും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ല, കേരളത്തിലെ ഒരു ഭൂരിപക്ഷം ആളുകളും ഓരോ വസ്തുതകളെയും വിശ്വാസത്തിന്റെ പേരിൽ ഇടകലർത്തി മാത്രമേ, ആ കണ്ണിൽ കൂടി മാത്രമേ നോക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് മാനുഷികമായ വികാരത്തോടു കൂടി നോക്കിയാൽ ഇങ്ങനെ പറയാൻ കഴിയുകയില്ല. ഇവിടെ ഈ നിയമങ്ങൾ പരവൂരിലടക്കം ഈ നിയമം കർശനമാക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരും ഈ സംഭവ സ്ഥലത്ത് എത്തുന്നവരല്ല. അവർക്കാർക്കും ഇതുകൊണ്ടൊരു ദുരന്തവും സംഭവിക്കാൻ പോകുന്നതുമില്ല. വ്യക്തിപരമായി ഇവിടെ തൃശ്ശൂരിലെ വെടിക്കെട്ട്, തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ചിട്ടുള്ള ഉഗ്രശേഷിയുള്ള വെടിക്കെട്ട് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നവർക്കോ ആനയെ പകൽ ഈ ഉച്ചചൂടിൽ, ഒരുപക്ഷെ കേരളം ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത അത്രയും വലിയ ചൂടാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ആനയുടെ കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന, നിർദ്ദേശിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനോ വ്യക്തിപരമായി ഇതുകൊണ്ട് ഒരു ദോഷവും ഉണ്ടാകുന്നതല്ല. പക്ഷെ അവിടെ കൂടുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ സുരക്ഷിതത്വ ബോധം അത് തങ്ങളുടെ ഉത്തരവാദിത്വ ബോധമായി കരുതിക്കൊണ്ട്, അല്ലാതെ തൃശ്ശൂർ പൂരത്തെ ഇല്ലാതാക്കാനുള്ള ഒരു ഗൂഢാലോചനയും പ്രഥമ ദൃഷ്ടിയ നമുക്കാർക്കും ഇതിൽ നിന്നൊന്നും കാണാൻ കഴിയുന്നില്ല. പക്ഷേ നിർഭാഗ്യവശാൽ BJPയുടെ നേതാവ് സുബ്രഹ്മണ്യ സ്വാമി അടക്കമുള്ളവരുടെ പരവൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന ഇടപെടലുകൾ കണ്ടാൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ മേൽ കടന്നാക്രമണം നടത്തുന്നു എന്ന് പറയുന്നു. എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, ഈ മാസം 10-ാം തീയതിക്കോ അല്ലെങ്കിൽ 9-ാം തീയതിക്ക് മുമ്പായിരുന്നു നമ്മൾ അത്തരത്തിൽ ആക്ഷേപിക്കുകയോ ആരോപിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അത് നമുക്ക് അങ്ങനെയെങ്കിലും ചിന്തിക്കാമായിരുന്നു. പക്ഷേ ഇത്രയും വലിയ ദുരന്തത്തിന്റെ മുഖത്ത് നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് അത് പറയാൻ കഴിയുന്നത്? ഒരിക്കലും കഴിയില്ല. ഇവിടെ ഇത് പറയുന്ന ആദരണീയനായ ശ്രീ മഹേഷ്, അദ്ദേഹത്തോട് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, അദ്ദേഹത്തിന് ഉറപ്പുവരുത്താൻ കഴിയുമോ തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന ഒരാനയും ഇടയുകയില്ല, അവിടെ ഒരാപത്തും സംഭവിക്കില്ല, ഒരിക്കലും സംഭവിക്കില്ല എന്ന് ഉറപ്പ് നൽകാൻ അദ്ദേഹത്തിന് കഴിയുമോ? അതല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സ്ഫോടനങ്ങളിൽ ഒരു ചെറിയ കുഴപ്പം പോലും ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താൻ അദ്ദേഹത്തിന് കഴിയുമോ? അദ്ദേഹത്തിന് കഴിയില്ല, എനിക്കും കഴിയില്ല, നമുക്ക് ആർക്കും കഴിയില്ല. ഇതൊക്കെ പ്രവചനാതീതമാണ്. പക്ഷേ ഒരു ദുരന്തം കണ്ടാൽ തീർച്ചയായും നമ്മൾ ഇനി വരാതിരിക്കാൻ, അനുഭവത്തിന്റെ വെളിച്ചം, മനുഷ്യൻ അങ്ങനെയാണല്ലോ, മനുഷ്യന്റെ ഓരോ ശീലങ്ങളും ആചാരങ്ങളും ഒക്കെ രൂപഭേദപ്പെടുത്തുന്നതും അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ്. ആ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്, തൃശ്ശൂർ പൂരം നമുക്ക് അഭിമാനമാകുന്നത് പോലെ തന്നെ തൃശ്ശൂർ പൂരം അപമാനമാകാതെ അല്ലെങ്കിൽ ദുരന്തമാകാതെ സൂക്ഷിക്കാൻ ഉത്തരവാദിത്വം നമ്മളിൽ ഓരോരുത്തരും, വിശിഷ്യ അതിന്റെ സംഘാടകരിലുണ്ട്, അതിന് ഈ സംസ്ഥാനത്തെ ഭരണാധികാരികൾ കൊണ്ട് എല്ലാവർക്കുമുണ്ട്, ഈ പൊതുസമൂഹത്തിനുണ്ട്. കാണാൻ വരുന്നവർ പരവൂരിൽ വെടിക്കെട്ട് നടക്കുമ്പോൾ ഞങ്ങളൊക്കെ മിക്കവാറും കാണുന്നതാ, പല അനൗൺസ്മെന്റ് വരും, പോലീസിന്റെ അനൗൺസ്മെന്റ് വരും, സംഘാടകരുടെ അനൗൺസ്മെന്റ് വരും, കൃത്യമായി അകലം പാലിക്കൂ. ആൾക്കൂട്ടം എവിടെ കേൾക്കുന്ന, ആരും കേൾക്കാറില്ല. എല്ലാവരും ഓടി കമ്പപ്പുരയ്ക്കടുത്തേക്കാ പോന്നേ, അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത് നിന്ന് ഏറ്റവും അടുത്തുനിന്ന് കാണാനാണ് ശ്രമിക്കുന്നത്. ജനക്കൂട്ടത്തിന്റെ പൊതുവികാരം അതാണ്. ആ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ നമുക്ക് ആർക്കും കഴിയുകയില്ല. ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും ഇനിയെങ്കിലും നമ്മൾ ഒരു കരുതൽ എടുക്കണം. ആ കരുതലിന്റെ ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. റൈറ്റ്, അതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഒരു സുചിന്തിതമായ അഭിപ്രായവുമാണ്. ശ്രീ RK ദാമോദരൻ, നമുക്ക് ഈ 11 മണി 12 മണി നേരത്ത് എത്ര മിനിറ്റ് നേരം കത്തിക്കാളുന്ന വെയിലിൽ നിൽക്കാൻ സാധിക്കും? ആനകളെ എടുക്കൂ, ശരിയാണ്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അല്ലെങ്കിൽ തിരുവമ്പാടി ശിവസുന്ദർ തിടമ്പുമേറ്റി ഗോപുര നട കടന്നു വരുന്നത് കാണാൻ വലിയ ഗാംഭീര്യമുണ്ട്, നമുക്കത് സന്തോഷം പകരും, അതൊരു വിനോദമാണ്. പക്ഷേ ആ മൃഗങ്ങളെ സംബന്ധിച്ച് അതൊരു ക്രൂര പീഡനമല്ലേ? എന്തുകൊണ്ടാണ് അത്തരത്തിലേക്ക് നമ്മുടെ ചർച്ച പോകാത്തത്? ഞാൻ അഭിലാഷിനോട് നേരത്തെ പറഞ്ഞത് ബിന്ദു കൃഷ്ണനോടും പറയാവുന്ന ഒരു സംഭവം എന്താണെന്നറിയാമോ? ഈ ആനകളെ എഴുന്നള്ളിക്കാതിരിക്കാമല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിയമം കൊണ്ടുവന്നിട്ട് ഈ ആനകളെ എഴുന്നള്ളിക്കാതിരിക്കാം. അല്ലാതെ കൃത്യമായിട്ട് ഒരു കൺസർവേറ്റർ, ഒരു ആൾ പറയുകയാണ് 5 മണി മുതൽ 10 മണി വരെ, ഇങ്ങനൊരു നിയമമില്ല കേട്ടോ. അഭിലാഷിനോട് ഞാൻ പറഞ്ഞുതരാം. അത് കാലത്ത് 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ആനകളെ എഴുന്നള്ളിക്കരുതെന്ന് ഇന്നലെ വരെ നിയമമില്ല. അങ്ങനെ ഒരു നിയമമില്ല. ഇപ്പോൾ വെച്ചിരിക്കുന്നു ആ നിയമവും പാലിക്കാൻ വേണമെങ്കിൽ പാലിക്കാം. പക്ഷേ 5 മണി കഴിഞ്ഞാൽ ഇതിനെ 12 മണിക്കൂർ എഴുന്നള്ളിക്കുന്ന പീഡനമല്ല എന്ന് അഭിലാഷിന് പറയാൻ പറ്റുമോ? ഇല്ല. രണ്ടാമത്തെ ഒരു ചോദ്യം, യുക്തിസഹമായ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. പകൽ വെടിക്കെട്ട് വർണ്ണാഭമാക്കുന്ന എങ്ങനെയാണെന്ന് അഭിലാഷിനോ ജഡ്ജിക്കോ എനിക്ക് പറഞ്ഞു തരാമോ? പച്ചയും മഞ്ഞയും ചുവന്ന കളറുള്ള ഗുളികകളും മറ്റേ ഇട്ടിട്ട് പൊട്ടിക്കുന്ന അമിട്ടുകൾ പകൽ പൊട്ടിക്കാൻ അവര് പറഞ്ഞിട്ടില്ല. പകൽ എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരാമോ? പകൽ 140 ഡെസിബൽ വരെയുള്ള ശബ്ദം
പരമാവധി 140 ഡെസിബൽ ആകാം എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. രാത്രിയിൽ വെടിക്കെട്ടേ വേണ്ട എന്ന് ഞാനൊരു കാര്യം പറഞ്ഞിട്ടില്ല. ചോദിച്ചോട്ടെ, രാത്രിയിൽ ഉഗ്ര ശബ്ദം പാടില്ല. അഭിലാഷിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. അഭിലാഷേ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. നിങ്ങൾ പറയുന്ന ഡെസിബൽ ഒന്നുമല്ല മരണകാരണമാവുന്നത്. 100 ഡെസിബലുള്ള ഒരു അമിട്ട് വന്ന് പൊട്ടിയാലും അപകടമുണ്ടാവും. ഒരു വർണ്ണ വിരിയുന്ന ഒരു അമിട്ട് ചെരിഞ്ഞ് നിങ്ങളിലേക്ക് വന്നാലും അപകടമുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വർണ്ണാഭവും അമിട്ടിന്റെ ഡെസിബലും അല്ല കണക്കാക്കേണ്ട, അപകടമാണെന്ന് പറഞ്ഞാൽ നിരോധിക്കുകയാണ് വേണ്ടത്. ആ കൂട്ടത്തിൽ ഞാനും നിൽക്കാം. അങ്ങനെ പൂർണ്ണമായിട്ടും തൃശ്ശൂർ പൂരം പരിഷ്കരിച്ച് വേറെ രീതിയിലാക്കൂ. പക്ഷേ എല്ലാ വർഷവും ഒരാഴ്ച മുമ്പ് കോടതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അല്ല, ഒരു പ്രധാന കാര്യം അല്ല, തീർച്ചയായും തൃശ്ശൂർ ഒരു ധർണ നടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാം ഉണ്ടാവും. തൃശ്ശൂർ പൂരത്തിന് വേണ്ട എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകും. പക്ഷേ ഒരു റിക്വസ്റ്റ് എന്ന രീതിയിൽ ഇപ്പോൾ എന്താ പറയുന്നത്, നമ്മുടെ എല്ലാ ഭക്തരെയും പാറമേക്കാവ് ഭഗവതി വടക്കുന്നാഥൻ നോക്കിക്കോളും. പക്ഷേ ശ്രീ മഹേഷ്, ശ്രീ ദാമോദരൻ അടക്കം നമ്മുടെ വിശ്വാസികൾ എന്ത് ചെയ്യാൻ കഴിയും ഇത്തവണ? ഒരു ഗുഡ് വിൽ മെഷറായി 116 പേര് മരിച്ചു. ഒരു വല്ലാത്ത സെൻസിറ്റീവായ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരു അപകടം വന്നാൽ എല്ലാ അമ്പലങ്ങളുടെയും ഒരുപക്ഷെ പള്ളികളുടെയും ആചാരങ്ങളെയൊക്കെ അത് ബാധിക്കും. വിശ്വാസി സമൂഹത്തിന് വലിയ വിമർശനങ്ങളും ആക്രമണങ്ങളും ഏൽക്കേണ്ടി വരും. നമുക്കൊരു ഗുഡ് വിൽ മെഷർ എന്ന രീതിയിൽ എന്ത് കാര്യം ചെറുതായിട്ട് ചാനലൈസ് ചെയ്ത് മാറ്റാം, എന്ത് കാര്യത്തിൽ ചെറിയൊരു പരിഷ്കരണം വരുത്താം, എന്ത് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു നിർദ്ദേശം വെക്കാം എന്ന് ഭക്തജന സംഘടനയുടെയും ദേവസ്ഥയൊക്കെ പ്രതികരിക്കുന്ന അവരുടെ ഭാഗത്തു നിന്ന് ഒരു ക്രിയാത്മകമായ നിർദ്ദേശം വെച്ചാൽ ഞങ്ങളെ പോലെ ഇതിനെ ആരാധിക്കുന്നവർ, ആദരിക്കുന്നവർ, ജീവന്റെയും ആത്മാവിന്റെയും ഭാഗമായി കാണുന്നവർ അവരുടെ കൂടെ നിൽക്കും. ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഗുഡ് വിൽ മെഷർ കൊണ്ടുവരാൻ നല്ല സന്ദേശം കൊടുക്കാനാകുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. ശ്രീ മഹേഷ്, അര മിനിറ്റ് വളരെ പെട്ടെന്ന് അതിനോടുള്ള ഒരു പ്രതികരണം. എനിക്ക് ബിന്ദുകൃഷ്ണ മാഡത്തിനോട് പറയാനുള്ളത്, ഒന്ന് തൃശ്ശൂർ വരെ വരിക, അതിനുശേഷം തൃശ്ശൂർ പൂരം ഒന്ന് സാധിക്കുമെങ്കിൽ, ജീവിതത്തിൽ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുവാനായിട്ട് സാധിക്കുക. പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ അതിനുവേണ്ടി നടത്തുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ അത് കണ്ടതിന് ശേഷം മാത്രം തൃശ്ശൂരിനെ കുറിച്ച് പറയുക. സാധിക്കുമെങ്കിൽ നാളെ രാവിലെ 9 മണിക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 9 മണിക്ക് തൃശ്ശൂർ വടക്കുന്നാഥന്റെ തെക്കേ ഗോപുരനടയിൽ നമ്മുടെ തൃശ്ശൂർ ടൗണിലെ ഒരുവിധം എല്ലാ ജനങ്ങളും പങ്കെടുക്കുന്ന ഒരു ധർണയുണ്ട്. അവിടേക്ക് വരിക, അവരുമായിട്ട് നേരിട്ട് സംസാരിക്കുക. ഹിന്ദുവിനെതിരെയാണോ, ആഘോഷങ്ങൾ വേണം, ആചാരങ്ങൾ വേണം എന്നുള്ള കാര്യം നിസ്തർക്കമാണ്. പറ്റുമെങ്കിൽ നാളെ രാവിലെ ഉറപ്പാക്കിക്കൊണ്ട് മനുഷ്യജീവന് ഏറ്റവും പരമമായ പരിഗണന നൽകിക്കൊണ്ട് മനുഷ്യാവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അവകാശം എന്ന ഇന്ത്യൻ ഭരണഘടനയുടെ 21ാം അനുച്ഛേദം വിഭാവനം ചെയ്യുന്ന സങ്കല്പം പൂർണ്ണമായും നിറവേറ്റിക്കൊണ്ടുവേണം അതെല്ലാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ മഹേഷ്, ശ്രീ ആർ കെ ദാമോദരൻ, ശ്രീമതി ബിന്ദു കൃഷ്ണ.